കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. അനധികൃതമായി സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്ത ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ധനവകുപ്പ് പദ്ധതിയിടുന്നു. വാഹനം, വലിയ വീട്, വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് സംശയ പട്ടിക തയ്യാറാക്കുന്നത്. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ വകുപ്പ്, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും. അതോടൊപ്പം ആദായനികുതി അടക്കുന്നവരുടെ വിവരവും ആദായനികുതി വകുപ്പിൽ നിന്ന് തേടും. ഇതിനായി മുഖ്യമന്ത്രി തന്നെ ആദായനികുതി വകുപ്പിന് കത്ത് നൽകുന്നതാണ്. പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ നൽകിയാണ് പരിശോധനകൾ നടത്തുന്നത്. ഈ വിധത്തിൽ തയ്യാറാക്കുന്ന ഈ സംശയ പട്ടിക തദ്ദേശ സെക്രട്ടറിമാർക്കാണ് കൈമാറുന്നത്. അവർ തദ്ദേശ സ്ഥാപനത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നേരിട്ട് ഗുണഭോക്താവിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംശയ പട്ടികയിലുള്ളവർ അനർഹനാണോ അർഹനാണോ എന്ന് കണ്ടെത്തുന്നത്. അനർഹനാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കുന്നതാണ്. അതോടൊപ്പം ഇതുവരെ അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക തിരികെ ഈടാക്കുന്നതടക്കമുള്ള നടപടികളും ഉണ്ടാകും. ഇനി ക്ഷേമ പെൻഷൻകാർ മരിച്ചാൽ അവരുടെ പെൻഷൻ വിതരണം ഉടൻ നിർത്തലാക്കുന്നതിനും തദ്ദേശ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡും വാങ്ങണം. ആധാർ നമ്പർ ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണോ എന്ന് സേവന സോഫ്റ്റ്വെയറിൽ പരിശോധിച്ച് ഇവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഉടൻ വിതരണം നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിന് പകരം പ്രതിമാസ മസ്റ്ററിംഗ് ഏർപ്പെടുത്തുവാനും ആലോചനയുണ്ട്. ഇതിനായി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ വഴി മസ്റ്ററിംഗ് നടത്താനാണ് നീക്കം. മാത്രമല്ല, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിനെ കെ-സ്മാർട്ടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ അടുത്ത വാർഷിക മസ്റ്ററിംഗ് വരെ ഗുണഭോക്താവിൻ്റെ വീട്ടുകാർ തുടർന്നും പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഈ പ്രതിമാസ മസ്റ്ററിംഗ് വഴി സാധിക്കുന്നതാണ്. ഈ പുതിയ നീക്കങ്ങൾ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാനും അനർഹമായി പദ്ധതിയിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്നവരെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.